ഹലോ എവരിവൺ, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡെഡ് എൻഡ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ധനുഷ്കോടിയിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് രാമേശ്വരത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളതൊന്ന് പോയി കണ്ടു നോക്കുക. നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ധനുഷ്കോടിയിൽ വന്ന് എന്തെങ്കിലും സീ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാമെന്ന്. ഇവിടെ ധാരാളം ഓല മേഞ്ഞിട്ടുള്ള ഹോട്ടൽസാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഞങ്ങൾ MMS മോൻഷ ഹോട്ടലിൽ കയറി. നമ്മൾ ഇഷ്ടമുള്ള മീൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതേപോലെ ലൈവായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ മത്സ്യവിഭവങ്ങൾ മാത്രമല്ല ഉള്ളത്, വെജിറ്റേറിയൻസിനായിട്ട് പച്ചക്കറി വിഭവങ്ങളും ഉണ്ട്. എനിക്ക് ഇവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഹോട്ടലിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് വന്നൊന്ന് കഴിച്ചു നോക്കുക, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതേപോലെ ഇവർ ഈ ചോറിൻ്റെ ഒപ്പം പച്ചമോര് തന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ ധനുഷ്കോടിലെ ഹോട്ടൽസിലൊന്നും ടോയ്ലറ്റ്സ് ഇല്ലയെന്നാണ് അറിഞ്ഞത്. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധയിൽ വെച്ചേക്കുക. മീൻ വറുത്തത് ரொம்ப നല്ല മീൻ വറുത്തത്. രാമേശ്വരം എന്ന ദ്വീപിന്റെ തെക്ക് കിഴക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ധനുഷ്കോടി. പാമ്പൻ പാലം കടന്നു വേണം ധനുഷ്കോടിയിലെത്താൻ. ഐതിഹ്യപ്രകാരം പണ്ട് ഇവിടെ ശ്രീലങ്കയിലേക്ക് പാലം ഉണ്ടായിരുന്നു അത്രേ. രാമായണം അനുസരിച്ച് രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് വാനരസേനയുടെ സഹായത്തോടെ ശ്രീരാമൻ ഇന്ത്യയിൽ നിന്ന് ലങ്കയിലേക്ക് പാലം നിർമ്മിച്ച സ്ഥലമാണ് ധനുഷ്കോടി. ലങ്കയിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം തന്റെ ധനുസിന്റെ അഗ്രം കൊണ്ട് അടയാളപ്പെടുത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണിത്. ധനുസിന്റെ അറ്റം എന്നാണ് ഇതിനർത്ഥം. സമുദ്രത്തിലേക്ക് ഒരു നേർരേഖ പോലെ കടലിന് നടുവിലേക്ക് നീണ്ടുകിടക്കുന്ന ഒരു തുരുത്താണിത്. വലതുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും ഇടതുവശത്ത് ബംഗാൾ ഉൾക്കടലും. റോഡ് ചെന്ന് അവസാനിക്കുന്നിടത്ത് ഇന്ത്യ അവസാനിക്കുകയാണ്. ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്നാണ് ധനുഷ്കോടി അറിയപ്പെടുന്നത്. ഇവിടെ വെച്ചാണ് ഈ രണ്ട് സമുദ്രങ്ങളും കൂടിച്ചേരുന്നത്. ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ധനുഷ്കോടി. മത്സ്യബന്ധന വ്യവസായത്തിന് പേരുകേട്ട ഒരു സ്ഥലം കൂടിയായിരുന്നു ഇത്. 1964 ഡിസംബറിലുണ്ടായ അതിശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റും തിരമാലകളുമാണ് ഈ ഒരു പ്രദേശം പൂർണ്ണമായിട്ട് നശിക്കാനുണ്ടായ കാരണം. ഈ ഒരു ചുഴലിക്കാറ്റിൽ തന്നെയാണ് പാമ്പൻ പാലം തകർന്നടിഞ്ഞതും. അതിനുശേഷമാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഈ ഒരു പ്രദേശം ജനങ്ങൾക്ക് ആവാസയോഗ്യമല്ലാത്തതായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ന് കാര്യമായിട്ടുള്ള ജനവാസമില്ലാത്ത ഒരു പ്രേതനഗരമായിട്ട് തുടരുകയാണ് ധനുഷ്കോടി. എന്നാൽ പുരാണപ്രസിദ്ധമായിട്ടുള്ള രാമേശ്വരവുമായുള്ള ബന്ധം മൂലം ധനുഷ്കോടിയും ഹിന്ദുക്കളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായിട്ട് തുടരുകയാണ്. പിന്നീട് ഞങ്ങൾ പോയത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന വിശേഷണമുള്ള APJ അബ്ദുൽ കലാം സാറിന്റെ വീട്ടിലേക്കാണ്. ഈ ഒരു ചെറിയ വഴി കയറി ചെല്ലുമ്പോൾ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ വീട്. തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും എളിമയുള്ള ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രപതി. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്നു. അതുപോലെ തന്നെ പ്രശസ്തനായിട്ടുള്ള മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു APJ അബ്ദുൽ കലാം സാർ. മിഷൻ ഓഫ് ലൈഫ് ഗാലറി എന്നൊരു കൊച്ചു റൂമിലേക്കാണ് ഈ ഒരു പടി കയറി ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫോട്ടോസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലം, അദ്ദേഹത്തിൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ ബാച്ചുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം സെൻറ് ജോസഫ് കോളേജിലാണ് പഠിച്ചത്. പിന്നെ കുട്ടികൾ അദ്ദേഹത്തിന് വരച്ചു കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ പോയംസ് എല്ലാം ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലെടുത്ത ഫോട്ടോസ് ആയിരുന്നു ധാരാളം ഉണ്ടായിരുന്നത്. സ്പേസ് റിസർച്ചിൻ്റെ ടൈമിൽ അവരുടെ ടീമുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസ്, അതേപോലെ റോക്കറ്റ് അസംബിൾ ചെയ്യുന്ന ഫോട്ടോസ്, അദ്ദേഹം ഫൈറ്റർ പ്ലെയിൻ ഓടിച്ച ടൈമിൽ ഉടുത്തിരുന്ന ആ ഒരു യൂണിഫോമും, അതേപോലെ ആ ഫൈറ്റർ പ്ലെയിൻ്റെ ഒരു ചെറിയ മോഡലും അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ രാമേശ്വരത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ മധുരയിൽ എത്തിയപ്പോൾ തന്നെ നേരെ പോയത് ജിഗർത്തണ്ട കഴിക്കാനായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു 10:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ആ സമയം തന്നെ വിട്ടു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് പാലടയുടെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ. എല്ലാവരും നോർമലും ഞാൻ സ്പെഷ്യൽ പാർസലുമാണ് ഓർഡർ ചെയ്തത്. ഈ സ്പെഷ്യൽ പാർസലിൽ ടോപ്പിൽ ഒരു ഐസ്ക്രീം ഉണ്ടാവും, അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ പാലട മിക്സിയിലിട്ട് അടിച്ചിട്ട് മേളിലൊരു ഐസ്ക്രീം ഇട്ട് അങ്ങനെ ഉണ്ടാവും, അതായിരുന്നു ടേസ്റ്റ്. അതാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത്. സംഭവം എന്തായാലും ഗുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. ഒരമ്മ അവിടെ നിന്ന് കോലം വരക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, അതാണ് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത്. കണ്ടു നിൽക്കാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ചായ കുടിച്ചിട്ട് നേരെ ഞങ്ങൾ ഹോട്ടലിലേക്കാണ് പോയത്. അവിടെ കുറച്ച് ചെക്കൗട്ട് ചെയ്യേണ്ട ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഈ ഒരു ട്രിപ്പിൽ ഉണ്ടായവരെ കുറിച്ചൊന്നും ഞാൻ അധികം പറഞ്ഞിട്ടില്ല, കാരണം വീഡിയോ ലോങ് ആയി പോകും. അതുകൊണ്ടാണ് ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ എല്ലാവരെയും കാണിക്കുകയും ചെയ്യാൻ, നിങ്ങളെ പരിചയപ്പെടുത്തിയും തരാം. അങ്ങനെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്തൊക്കെ ഇറങ്ങി. പിന്നെ ഇനി നേരെ പോകാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. എല്ലാവരും ഗാലറി ഇതിലാണ്. എന്റെ കുട്ടിയായി പോലും ചന്ദ്രവേഖ മണിയറ നീലവാനത്തോ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടാ. പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കമ്പത്തെത്തി. അവിടെ ഒരു മെയിനായിട്ട് കയറിയത് മുന്തിരിത്തോട്ടം കാണാനായിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കരിക്ക് വിൽക്കുന്ന ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ കയറി കരിക്കും വെള്ളം കുടിച്ചു. ഞാൻ ഇതുവരെ മുന്തിരിത്തോട്ടത്തിൽ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. മുന്തിരിത്തോട്ടത്തിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്തത്. പിന്നെ ഈ തോട്ടത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു മുന്തിരി ജ്യൂസും വൈനൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് വാങ്ങാമെന്ന്. ജ്യൂസ് അപ്പോൾ കുടിച്ച് നോക്കിയപ്പോഴത്തേക്കും ഒരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് തോന്നിയോണ്ട് അത് ഞങ്ങൾ എടുത്തില്ല, വൈനാണ് എടുത്തത്. നമ്മുടെ മധുര രാമേശ്വരം ധനുഷ്കോടി യാത്രയുടെ അവസാനിക്കുകയാണ്. ഞാൻ 3 പാർട്ടായിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു ട്രാവൽ വ്ലോഗുമായിട്ട് കാണും വരെ